നമസ്കാരം. കേരളത്തിൽ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധി ജനങ്ങൾ വളരെ മര്യാദയ്ക്ക് തന്നെ അവരുടെ രീതിയിൽ തിരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുത്തു. വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിലേക്ക് കയറാൻ പോകുന്നു. പക്ഷേ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും UDFൽ ഇങ്ങനെ ചില തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഇത്തവണ 3 പേരാണ് ഉയർന്നു വന്നത്. അത് ഓരോരുത്തരും പിന്മാറാൻ ഒട്ടും തയ്യാറല്ലാതെ തനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന രീതിയിൽ നിൽക്കുമ്പോൾ എല്ലാ തവണയും നമ്മൾ കേൾക്കുന്നതാണ് ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഇവിടെ വന്നിട്ട് MLA-മാരുമായിട്ട് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്, പിന്നെ തനിത്തനിയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, രഹസ്യ ചർച്ചയുണ്ട്. അങ്ങനെ ഒരുപാട് കോമഡികൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം അവസരങ്ങളിലാണ് ഹൈക്കമാൻഡ് എന്നൊരു സംഗതി തന്നെ നമ്മൾ കേൾക്കുന്നത്. ആരാണ് ഹൈക്കമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്രയും എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രസ്റ്റാണത്. അവിടെ തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, പിന്നെ ഒരാൾ കൂടിയുണ്ട്. ആരാണ്? KC വേണുഗോപാൽ. പിന്നെ ആരൊക്കെയോ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ എല്ലാവർക്കും അറിയാവുന്നത് ഈ 4 പേരുടെ പേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ കൂടി ഉൾപ്പെട്ട ഒരു ഹൈക്കമാൻഡിൽ നിന്ന് എന്ത് തരത്തിലുള്ള ഉത്തരവായിരിക്കും, അത് തീരുമാനമല്ല ഉത്തരവായിരിക്കും വരുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. എന്നിട്ടും വോട്ട് ചെയ്ത് ജയിപ്പിച്ച അത്രയും UDF-കാരെ അല്ലെ കോൺഗ്രസ്സുകാരല്ലാത്തവരും വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പിണറായിയോടും ആ പാർട്ടിയോടുമുള്ള പക മൂലം അല്ലെങ്കിൽ വിരക്തി മൂലം കോൺഗ്രസിനും UDFനും ലീഗിനുമൊക്കെ വോട്ട് ചെയ്ത സാധാരണ ആളുകളുമുണ്ട്. അവരെ കൂടി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഹൈക്കമാൻഡിൻ്റെ കോമഡിയാണ് അല്ലെങ്കിൽ അവരുടെ ഉഡായിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ കാണിച്ച ഈ ഒരു ദൃശ്യം നിങ്ങൾ കണ്ടോ? ഇത് മുകുൾ വാസനിക് എന്ന് പറഞ്ഞ ഹൈക്കമാൻഡ് നിയോഗിച്ച വ്യക്തിയാണ്, കോൺഗ്രസ്സുകാരനാണ്. അയാൾ ഇവിടെ വന്ന് MLA-മാരോടൊക്കെ കോൺഗ്രസും MLA-മാരോടും മറ്റുമൊക്കെ അയാൾ തനിയും രഹസ്യമായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് അവരുടെ മനസ്സിലിരിപ്പ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന തരത്തിൽ അവരുടെ ഓരോ മനസ്സിലിരിപ്പ് തീരുമാനമുണ്ടല്ലോ. ചിലരൊക്കെ KC എന്നും VD എന്നും ഒന്നിച്ചെഴുതിയവരുണ്ട്. അതായത് KC വേണുഗോപാൽ ആയാലും കുഴപ്പമില്ല, VD സതീശൻ ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരുടെ പേര് അങ്ങനെ KC+VD എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ചിലർ KC എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പേരുകളും കണ്ടേക്കാം. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ഒരു ഫയലിനകത്താക്കി ആർക്ക് കാണാത്ത രീതിയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഒരു മാധ്യമ പ്രവർത്തകനും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കില്ല. ഇത് ഏത് കളറിലെ ഫയലായിക്കോട്ടെ അതിനകത്ത് വെച്ചാൽ അറിയില്ലല്ലോ ആരും. പക്ഷേ ആളുകൾ കാണണം, മാധ്യമങ്ങൾ കാണണം, ഇത് വാർത്തയാവണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈക്കമാൻഡിൻ്റെ ഹൈ ക്ലാസ് ഉഡായിപ്പ് പരിപാടിയാണ് അവർ ചെയ്തത്. അതായത് പുറത്ത് കാണുന്ന പേരുകൾ KCയുടെ ആയിരിക്കണം എന്ന് അവർ നേരത്തെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. KC ആയിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ഇവിടെയുള്ള MLA-മാരുടെ താല്പര്യപ്രകാരമാണ്, അല്ലാതെ ഞങ്ങൾ അടിച്ചേൽപ്പിച്ചതല്ല എന്ന് വരുത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് KCയുടെ പേരെഴുതിയ MLA-മാരുടെ മാത്രം പേരുകൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് മുകുൾ വാസനിക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാണ്. KC എന്ന് തന്നെയാണ് MLA-മാർ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ സന്ദീപ് വാര്യർ പോലും ഉണ്ട്. സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടാൻ കാരണം VD സതീശനാണ് എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ പക്ഷേ താല്പര്യപ്പെടുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് വരുന്നു. K മുരളീധരൻ KCക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ ഏതാണ്ട് 6-7 പേരുടെ ആ ലിസ്റ്റിൽ നമുക്ക് പേര് കാണാം. അവരൊക്കെ KC എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ മാത്രമാണ് KC+VD എന്ന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും പേരുകൾ പറഞ്ഞ MLA-മാരുണ്ട്. പക്ഷേ അവരുടെ പേരുകൾ അടുത്ത പേജിലോ അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുകയോ ചെയ്തിരിക്കുകയാണ്. ഇവിടെ പ്രദർശിപ്പിച്ചത് KC എന്ന് എഴുതിയിരിക്കുന്ന പേരുകൾ മാത്രമാണ്. ഒറ്റ ഉദ്ദേശമുള്ളൂ, ഹൈക്കമാൻഡിന് ഇതിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് കൈയൊഴിയണം. അവരുടെയും താല്പര്യം KC തന്നെ ആവണമെന്നാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി എന്ന പപ്പുനായിട്ട് പൊട്ടം കളിപ്പിക്കുന്ന വ്യക്തിയാണല്ലോ KC വേണുഗോപാൽ. അപ്പോൾ KC പറയുന്നത് അവിടെ കേൾക്കത്തുള്ളൂ. അപ്പോൾ KC ആവുകയും വേണം. എന്നാൽ അത് ഞങ്ങളുടെ താല്പര്യപ്രകാരമല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ MLA-മാരുടെ താല്പര്യപ്രകാരമാണ് ഞങ്ങൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് KCയുടെ പേരെഴുതിയ MLA-മാരുടെ മാത്രം ലിസ്റ്റുകൾ പുറത്ത് കാണത്തക്ക രീതിയിൽ ഇവർ ഈ ഉഡായിപ്പ് കാണിച്ചത്. കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്തവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞതാണ്. ഇനി കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രബുദ്ധത കൂടിയാലും ഇങ്ങനെ ചില കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായില്ലേ? ആരാണ് ഇവിടെ 3G ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന് ഒന്നടങ്കം വോട്ട് ചെയ്ത് ജനങ്ങൾ തന്നെയാണ് 3G ആയത്. ഒരു സംശയം വേണ്ട, വലിച്ചുകൊണ്ടിരുന്നു.